നമ്മൾ ഇന്ന് ചിക്കൻ 65 റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടേതായിട്ടുള്ളൊരു റെസിപ്പിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ഫുൾ കോഴി ചെറുതായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യമായ റൈസ് എടുത്ത് കഴുകി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യം തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. അതിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യമായ ഉപ്പ്, പിന്നെ നമുക്ക് അതിൽ പെപ്പറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കെല്ലാം ഓപ്ഷനില്ല കേട്ടോ. പെപ്പർ നമുക്ക് 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ടും ഇതിനു വേണ്ടി മേളത്തിൻ്റെ ഒരു ചിക്കൻ 65 മസാല ഞങ്ങൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏകദേശം ഒരു ഫുൾ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ഫുൾ ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യമായ ചിക്കൻ ആവശ്യമായ 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവർ തരും. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഏകദേശം 2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ആഡഡ് കളറും കൂടെ ചിക്കൻ 65 റൈസിന് ഒരു ഫ്ലേവർ തരുന്നതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടി ആവശ്യമുള്ള 2 ഡ്രോപ്പ് കളറൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ചെഫ് മാസ്റ്ററിൻ്റെ നല്ലൊരു എഡിബിൾ ആയിട്ടുള്ള കളറാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ കോൺഫ്ലോർ യൂസ് ചെയ്ത് നമുക്കിത് ഫ്രൈ ചെയ്യാം. പക്ഷേ അത് ഓപ്ഷനിലാണ് കേട്ടോ. ഞങ്ങൾ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നില്ല. കോൺഫ്ലോർ യൂസ് ചെയ്ത് കുറച്ചുകൂടെ ക്രിസ്പിനെസ്സിനൊക്കെ വേണ്ടിയാണ്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ മാക്സിമം നമ്മൾ നോർമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസിന് വേണ്ടി നമ്മൾ ജസ്റ്റ് കുറച്ച് ആഡഡ് വെജീസ് യൂസ് ചെയ്യാം. നമുക്ക് അതിനുവേണ്ടി ഒരു വലിയ ക്യാരറ്റ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓണിയൻ, അതുപോലെ കുറച്ച് ഗ്രീൻ ചില്ലി, ഇവയെല്ലാം കൂടെ ചേർത്ത് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് കാണാം. ചിക്കൻ നമുക്കിനി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നമുക്ക് ഗീ റൈസിൻ്റെ പരിപാടി ചെയ്യാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂട്ടത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഹോൾ സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, ബേ ലീഫ്, പിന്നെ പെരുംജീരകം. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാരറ്റ്, ഓണിയൻ, ഗ്രീൻ ചില്ലി, ഇത്രയാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പം കൂടുതലിട്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒന്ന് പെട്ടെന്നൊന്ന് കുക്കാവാനായിട്ട് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കിനി റൈസ് ആഡ് ചെയ്യാം. ഇപ്പം 4 ഗ്ലാസ് ബസ്മതി റൈസാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 1/2 hour ബിഫോർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇപ്പം ഒരു 1/2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയ ബസ്മതി റൈസാണിത്. അത് ഓയിലിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി അതിലേക്കാണ് നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റൈസ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ റൈസ് ഒന്നിനൊന്നിൽ ഒട്ടാതെ നമുക്ക് നല്ല നെയ്ച്ചോറ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്യാണ്.
4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 1.5 ഗ്ലാസ്, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, റൈസിന് വേണ്ടി വരുന്നത്. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്, റൈസ് ഒന്ന് വെന്ത് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇപ്പോഴത്തെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി, ചോറൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കളർ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഓരോ പീസായിട്ട് പാനിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് 2-3 ടൈംസ് ആയിട്ട് ഇത് ഫ്രൈ ചെയ്ത് മാറ്റാം. ചിക്കൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ ഓയിലിലേക്ക് തന്നെ അല്പം ഒണിയനും കറി ലീവ്സും ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ ഒരു ഒണിയനും കറി ലീവ്സിനും ആ ഒരു ചിക്കൻ്റെ സെയിം ഫ്ലേവർ തന്നെ ഉണ്ടാവും. നമുക്കിത് റൈസിൽ മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒണിയനെല്ലാം പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിനിപ്പം വേറെ പാത്രത്തിലേക്ക് മാറ്റി അണയ്ക്കാം. ഇനി നമുക്ക് റൈസ് കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ റൈസിന് മേലെ കളർ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. റൈസ് ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് ഉള്ളി വറുത്തതും കറിവേപ്പിലയും കൂടെ നമുക്ക് അതിന് മേലേക്ക് പ്ലേസ് ചെയ്യാം. ഈ ഉള്ളിക്ക് നമ്മുടെ 65-ൻ്റെ സെയിം ഒരു ഫ്ലേവർ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് അതും വറുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മേലേക്ക് ചിക്കൻ പ്ലേസ് ചെയ്യാം. So finally this is chicken 65 with rice. എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. സോ വൺസ് ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.